ഖുർആൻ ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളാണ് വിശദീകരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഐന് മദ് അസ്ലിയാണ്. മദ് അസ്ലി ഒന്നിനേക്കാൾ അധികം കൂട്ടിയാൽ ഹറാമാണ്. റബ്ബിൽ ആലമീൻ അങ്ങനെ നീട്ടാൻ പാടില്ല, അത് ഹറാമാണ്. അതുപോലെ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇവിടെ മിദ്ദീൻ എന്നോതിയാൽ ആ മിദ്ദീൻ എന്നോതുമ്പോൾ ദാലിൻ്റെ അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹാ കടന്നു വരും. ഹാ കടന്നു വന്നാൽ ആ ഓതൽ തെറ്റാണ്, നിസ്കാരം ബാത്തിലായി പോകും. മാലികി യൗമിദ്ദീൻ, മിദ്ദീൻ ഓതുന്നതിന് പകരം മിദ്ദീൻ. അടുത്ത ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇഹ്ദിനസ് സുറ എന്ന് ചുണ്ട് തള്ളിയാൽ സ്വാദും വാവും കടന്നു വരും. അപ്പോൾ സ്വാദും വാവും വരുമ്പോൾ അവിടെ തെറ്റ് വരും. അപ്പോൾ അതിന് പകരം സിറാത്തയ്ക്ക് സ്വാദ് പറയുമ്പോൾ അകത്തോട്ട് നാവിനെ വലിച്ചു കൊടുക്കണം. സിറാത്ത സോ. അതുപോലെ ത്വ എന്ന് പറയുന്നവരുണ്ട്. സിറാത്തല്ലദീന ത്വ എന്ന് പറഞ്ഞ് ചുണ്ട് നീട്ടിയാൽ ത്വാവും വരും, വാവും കടന്നു വരും. അപ്പോൾ ഇത് രണ്ടും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സിറാത്വ. അപ്പോൾ ത്വ എന്ന നാക്കകത്തോട്ട് വലിച്ചെടുക്കുക. സ്വാദ് വരുമ്പോഴും നാവിനകത്തോട്ട് വലിക്കുക. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ്റെ അവിടെ നാവിൻ്റെ അരിക് ലോദ് പറയുമ്പോൾ നാവിൻ്റെ അരിക് പിന്നെ പല്ലിനോട് ചേർന്ന് തൊടേണ്ടതാണ്. ലോദ് നാവിൻ്റെ അരിക് രണ്ട് വശവുമുള്ള പല്ലിനോട് ചേർന്ന് വരേണ്ടതാണ്. അപ്പോൾ മാത്രമല്ല മദ് ലാസിമാണ്. അവിടെ 5 ഹർഫെങ്കിലും 5 അക്ഷരമെങ്കിലും നമ്മൾ നീട്ടണം. ചിലവർ വലല്ലാ എന്നതിൻ്റെ അവിടെ 3 ഹർഫ് മാത്രം നീട്ടിയിട്ട് ലീൻ്റെ അവിടെ ഒരുപാട് നീട്ടുന്നത് കാണാൻ കഴിയും. അതൊക്കെ തെറ്റായ ഓതലാണ്. തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതിയില്ലെങ്കിൽ ഖുർആൻ തെറ്റും, അത് ഹറാമാവും. അതുപോലെ ഫാത്തിഹയാണ് തെറ്റുന്നതെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. ഫാത്തിഹ വളരെ ശ്രദ്ധിച്ച് ഓതാൻ വേണ്ടി ശ്രമിക്കുക.